ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ ഒത്തിരി സംശയങ്ങൾ ഈ തലമുടിയുടെ ടിപ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം കൂടെ കോർത്തിണക്കി കാണിക്കുന്നൊന്നുമില്ല, കോർത്തിണക്കിയുള്ള ഇതാണ്. സംശയങ്ങളെല്ലാം ഇന്നുകൊണ്ട് തന്നെ പാഠം മുഴുവൻ പഠിച്ചോണം. ഇതുവരെ എംബോസിഷൻ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നുകൊണ്ട് പാഠങ്ങളെല്ലാം പഠിച്ച് തീർത്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം. രാവിലെ തന്നെ നമ്മുടെ വറ്റയെടുത്ത് നമ്മൾ ഇതാ ഇട്ടു. അവൻ അങ്ങനെ കിടക്കുവാണ്, നല്ല ഇതായിട്ട്. പാവമുണ്ടല്ലേ, വീണിതല്ലോ കിടക്കുന്നു ചട്ടിയിൽ, ഐസുകട്ടയുമണിഞ്ഞയ്യോ ശിവ ശിവ, നല്ല മരതക കല്ലിനോടൊത്തൊരു സുന്ദര കുട്ടൻ കുമാരൻ മനോഹരൻ. അപ്പം ഞങ്ങൾ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കാണിച്ചില്ലെന്നേ ഉള്ളൂ, കഴിച്ചു കഴിഞ്ഞു. അമ്മയും കഴിച്ചു, ഞാനും കഴിച്ചു, ചേട്ടനും കഴിച്ചു. മോൻ കോളേജിൽ പോയത് കണ്ടല്ലോ. അപ്പം ഞാൻ വെണ്ടയ്ക്ക എടുത്ത് അടുപ്പത്തിട്ടു മെഴുക്കുരട്ടി വെക്കാൻ. പിന്നെ നമ്മുടെ വറ്റക്കിട്ട് ഞാൻ അങ്ങ് പിടിച്ചേക്കുമായിരുന്നു. നമ്മുടെ വറ്റകളെല്ലാം പല രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഒന്നിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും അന്യായ വിലയ്ക്കൊക്കെ മേടിച്ചിട്ട് 2 ദിവസമെങ്കിലും കൂട്ടണ്ടേ, 2-3 ദിവസമെങ്കിലും കൂട്ടണ്ടേ. ഇത് നമുക്ക് പച്ചയരച്ച് വെക്കാൻ വേണ്ടിയിട്ട്, പച്ചയരച്ച് വെക്കാനുള്ള മീൻകറിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചുമന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പച്ചയരച്ച് വെക്കുന്നതിനകത്തോട്ട് ഇഞ്ചി വേണ്ടിയവർക്ക് ഇഞ്ചി ഇടാം. അതിനകത്തോട്ട് പച്ചമുളകും കീറിയിട്ട് കരിവേപ്പില ഇട്ട് ആവശ്യത്തിന് കൊടംപുളി ഇട്ടിട്ടുണ്ട്. കൊടംപുളി ഇട്ട് നമുക്ക് ഉപ്പും ചേർത്ത് ഇത് അങ്ങോട്ട് ആദ്യം വെച്ചേക്കാം. അടുത്ത നമ്മുടെ വറുത്തരച്ച് വെക്കാനുള്ള കറിക്ക് കൊടംപുളി ഇട്ട് തന്നെ ഇതാ നമ്മുടെ അരപ്പരച്ച് വെച്ചേക്കുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചുമന്നുള്ളിയും കൂടെ നന്നായിട്ട് ചൂടാക്കി, ശകലം കുരുമുളകും കൂടെ നന്നായിട്ട് ചൂടാക്കി അരച്ച് വെച്ചേക്കുവാണ്. ഇത് നമുക്കിനകത്ത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചേക്കാം. അടുത്ത സെക്ഷൻ നമ്മുടെ വറക്കാനുള്ളതാണ്. അതിന് ഇതാ വെളുത്തുള്ളി, കുരുമുളക്, ചുമന്നുള്ളി എല്ലാം കൂടെ, മുളകും എല്ലാം കൂടെ അരച്ച് ചേർത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് പുരട്ടാൻ വേണ്ടി എടുത്തു വെച്ച്. നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു കഴിവല്ലേ, എത്ര വിഭാഗമായിട്ടാണ് ആ മീനിനെ ഞാൻ തിരിച്ചത്. തന്നെ പൊങ്ങുക കേട്ടോ. അപ്പം നമ്മുടെ ഇളക്കത്തില്ല കേട്ടോ, ആരും പേടിക്കേണ്ട. കഷ്ണമൊന്നും ഉടയത്തൊന്നുമില്ല, പ്രത്യേക രീതിയിലാട്ടോ ഇങ്ങനെ കാണിക്കുന്നു. പച്ചക്കരച്ച മീൻകറി ഇതാ, അങ്ങനെ തേങ്ങ അരച്ച മീൻകറിക്കാണ് ഈ പച്ച അരച്ചെന്ന് പറയുന്നത് കേട്ടോ. ഇനി ആർക്കും സംശയം തോന്നല്ലേ. അതങ്ങനെ തിളയ്ക്കുന്നു. നമ്മുടെ വറുത്തരച്ച് വെച്ച മീൻകറി അങ്ങനെ തിളയ്ക്കുന്നു. നമ്മുടെ വലിയ ആൾക്ക് ഇതാണ് ഇഷ്ടം, നമ്മുടെ അമ്മയ്ക്ക്. അതാണ് ഇന്ന് വറുത്തരച്ചും കൂടെ വെക്കുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ പീര വെക്കുന്നതുകൊണ്ട് വഴക്കില്ലായിരുന്നു. പീര ഇഷ്ടം. അപ്പം ഇന്നലെ പറഞ്ഞു ഇതിനി വീരയല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഇടയ്ക്കൊക്കെ ഈ നമ്മുടെ കൊടംപുളി അരച്ച മീനൊക്കെ കൂട്ടിയില്ലെങ്കിലേ നമുക്കേ വയറ്റിന് ഗ്യാസ് വരും. ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ ഇന്ന് അതങ്ങ് വെച്ചേക്കാം, അപ്പം ഗ്യാസൊക്കെ അങ്ങ് പൊക്കോളൂന്ന് പറഞ്ഞു. വയസ്സാകുമ്പോഴത്തെ ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ. നമ്മളെല്ലാം കണ്ടും കേട്ടും ഒക്കെ വളർന്നു കേട്ടോ. അല്ല രക്ഷയില്ലേ. എല്ലാവർക്കും ഇതുപോലെ ക്ഷമയൊന്നും കാണത്തില്ല. എനിക്ക് നല്ല ക്ഷമയാണ് കേട്ടോ. എൻ്റെ ക്ഷമ ചില സമയം വിട്ടുപോകും. അതുപോലെ ഇത് കണ്ടു. ഇന്ന് അമ്മയുടെ കുറ്റമല്ല പറയുന്നത് കേട്ടോ. ഇന്ന് പുട്ടായിരുന്നേ, ലാസ്റ്റ് അമ്മയായിരുന്നു എനിക്ക് വെച്ചേക്കുക. എന്നാന്നോ ഒരു ഇത്തിരി വെച്ചേക്കുന്നുണ്ടോ, മടിച്ച് ആ പാത്രം കഴുകാൻ കഴിയത്തില്ല. ഇപ്പോഴാകട്ടോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അച്ഛനുള്ള സമയത്ത്, അച്ഛനുള്ളപ്പം ഇതാ പറയുന്നേ, എല്ലാവർക്കും അവനവൻ്റെ ആണുങ്ങളുള്ളപ്പോഴുണ്ടല്ലോ നല്ലതായിട്ട് പണിയാനറിയാം. നമ്മുടെ അമ്മയുടെ കാര്യം ചിരിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയെല്ലാം ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെ നമ്മുടെ പണികൾ കഴിഞ്ഞു. ഇനി ജ്യൂസ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ട്, എന്നെ കാണിക്കാത്ത എന്നാന്ന്, ഞാൻ കുളിച്ചിട്ടില്ല. ഇന്ന് പട്ടിയെ കുളിപ്പിക്കേണ്ട ദിവസമാണ്.
അതുകൊണ്ടാണ് കുളിക്കാത്തത്. നിങ്ങൾക്ക് കണ്ട എനർജി വരുന്നത് നെഗറ്റീവ് എനർജി വരും എന്നെ ഇന്ന് കണ്ട. അതുകൊണ്ട് കുളിച്ചിട്ടേ ഞാൻ വരത്തുള്ളൂ കേട്ടോ. ഇതും കൂടെ വെച്ചിട്ട് ഡോഗ്സിനെല്ലാം കുളിപ്പിക്കാൻ പോകും. 4 പേരെയാണ് കുളിപ്പിക്കേണ്ടത്. കുളിക്കണ്ടേ നമുക്ക്? കുളിക്കണോ? നിനക്ക് കുളിക്കാൻ ഇഷ്ടം അല്ലേ? എന്നാൽ 2 വൈഫിനെ കുളിപ്പിച്ചിട്ട് വരാം ആദ്യം. നിൻ്റെ വൈഫല്ലേ 2 പേരും? ഒരു വൈഫാണ് പ്രഗ്നൻ്റാണ്. വരാം കേട്ടോ. കുളിപ്പിച്ചിട്ട് വരാം. കുളിക്കാം കുളിക്കാം നമുക്ക്. ഇവരെ 2 പേരെയും എല്ലാവരും അവനവൻ്റെ വീട്ടിലിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. ഇട്ട് കൂട് നല്ല വൃത്തിക്ക് അങ്ങ് കഴുകും. ഒരുത്തിയെ കുളിപ്പിച്ച് സോപ്പെല്ലാം തേച്ച് ഷാമ്പു ഇട്ട് നിർത്തിയതിന് ശേഷം അടുത്തവളെ പിടിച്ച് കുളിപ്പിക്കും. അപ്പോൾ അവിടെ മേത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോക്കും. ഒന്നുമില്ല, ഇങ്ങനെ നമ്മൾ ഇട്ടേക്കുമല്ലേ. നിങ്ങളെ 2നെയും കുളിപ്പിച്ചിട്ട് അമ്മൂമ്മ എന്തിയേ? ബാ അമ്മൂമ്മ വന്നേ. അമ്മൂമ്മയ്ക്ക് അപ്പടി ക്ഷീണമാണേ കുളിക്കാൻ നേരെ. ഇഷ്ടമാണ് കുളിച്ച് തുടങ്ങുമ്പം. പക്ഷെ അതിന് മുമ്പ് ഭയങ്കര മടിച്ചാ കിടക്കുന്നുണ്ട്, പിണങ്ങി കിടക്കുക. അപ്പം ഞാൻ എല്ലാവരെയും കുളിപ്പിക്കട്ടെ. അപ്പം എൻ്റെ പട്ടികളെല്ലാം കുളിപ്പിച്ചു. ഈ ജയ എന്ന് പറയുന്ന ഔസേഷൻ പട്ടിയും കുളിച്ചു. ഇച്ചിരി പൗഡറും പൂശി. പൗഡർ ഇരിപ്പുണ്ടെന്ന് മൊത്തല്ലേ. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൗഡർ ഇടുന്നതിന് മുമ്പ് ഞാൻ ഓർത്തായിരുന്നു നമ്മുടെ ടിപ്സ് അത് നാളെ ചെയ്യാം. ഏതാ നമ്മളെപ്പോഴും ചെയ്യുന്നത്? കിടക്കി വെളുത്തിരിക്കണ്ടേ? അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതൊന്നും നാളെ ചെയ്യുന്നുണ്ട്. അപ്പം ചുമ്മാ ജസ്റ്റ് പുതിയ ആൾക്കാർ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിക്കാം. എൻ്റെ ജ്യൂസ് ഇച്ചിരി കുടിക്കട്ടെ. 4 വട്ടിയാണ് കുളിപ്പിച്ചു. അപ്പോൾ അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ട് തുണി വരെ ബാത്റൂമിൽ കൊണ്ടെല്ലാം കൊണ്ടിടുവേ. കാരണം പട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിടത്തും തുളത്തില്ല. നേരെ ബാത്റൂമിൽ കയറുക, ഇട്ട നൈറ്റ് എടുത്ത് ദൂരെ കൊണ്ട് മാറ്റിയിടും. എന്നിട്ട് അപ്പം തന്നെ അത് ഒരു ഡെറ്റോൾ വെച്ചൊരു ബക്കറ്റിൽ മുക്കി വെക്കും. എന്നിട്ട് നാളെ നനയ്ക്കത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റേത്. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പണി കഴിയും. പാവം നമ്മുടെ മൊബൈലല്ലേ, എന്ത് മീൻ വെട്ടുമ്പം മൊബൈൽ പിടിക്കണം. എന്തൊക്കെ കാര്യത്തിന് മൊബൈൽ പിടിച്ചാലും നമ്മുടെ വീഡിയോ പിടിക്കാൻ പറ്റുന്നതല്ലേ. അപ്പം നമുക്കിന്ന് കറി വെച്ചൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇനി എനിക്ക് റേഷൻ കട വിളിച്ച് ചോദിച്ചിട്ട് റേഷൻ കടയിൽ പോയി പച്ചരി തീർന്നേ അതുകൂടെ ഒന്ന് മേടിക്കണം. അപ്പം ജസ്റ്റ് അതുകൂടെയൊക്കെ ഒന്ന് മേടിക്കാൻ പോകണം. പോയിട്ടൊക്കെ വന്നിട്ട് ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് പോവാം അല്ലേ. വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. വേറെ എല്ലാ പണി അടുക്കളയിലെ കഴിഞ്ഞ മണി 11 ആയതുള്ളൂ. ചേട്ടൻ അവിടെ തേക്കുന്നു. നാളെ മോൻ വരുമല്ലോ. അപ്പം അവൻ്റെ ഡ്രസ്സൊക്കെ ചേട്ടൻ തേച്ച് വെക്കുന്നു. ചേട്ടനുള്ള വെള്ളമൊക്കെ ഞാൻ അവിടെ എത്തിച്ച് കൊടുത്തായിരുന്നു. ആദ്യം തന്നെ എല്ലാം കൊണ്ട് വെച്ചിട്ട പട്ടിയെ കുളിപ്പിക്കാൻ പോയത്. അപ്പം നമ്മുടെ എല്ലാവരും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും കേട്ടോ എനിക്ക് കൺഗ്രാറ്റ്സ് തന്നു. എല്ലാവർക്കും വേണ്ടി ഞാനും ഒരു വലിയ താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. കാരണം ആരും അങ്ങനെ തരണമെന്നൊന്നും ഇല്ലല്ലോ, കൺഗ്രാറ്റ്സ് ഒന്നും അല്ലേ. അതുകൊണ്ട് എല്ലാവരും തന്നതിന് വളരെ 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 സന്തോഷം കേട്ടോ. ഇനിയും നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാവരും ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതല്ലേ നമുക്ക് ആവശ്യം. അല്ലാണ്ട് ഒരാളെ മാത്രമല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ വീഡിയോ കാണുന്നതിനകത്തോ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടല്ലോ. ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോ പുതിയതും കണ്ടുവരുന്നുണ്ട്. ചിലവർക്ക് കമൻ്റ് ഇടാൻ വിട്ടുപോകും കേട്ടോ. കാരണം നമ്മുടേതിന് കമൻറ്റിന് റീപ്ലൈ കൊടുക്കണ്ടേ അല്ലേ. ഓർക്കത്തില്ലേ ഇവളെന്തൊരു അഹങ്കാരി, അവൾക്കൊരു റീപ്ലൈ പോലും ഒന്നും ഇല്ല. ഒരു ലവ് സൈനെങ്കിൽ ഞാൻ കഴിവതും എഴുതി വിടും. പിന്നെ അത്ര സമയമില്ലാത്തപ്പോഴാണ് ഒരു ഇത് മറ്റേ നമ്മുടെ ലവ് സൈന് ഞെക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഒന്നും വിചാരിക്കരുത്. പിന്നെ പുതിയ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പം ഞാൻ കമൻ്റ് ഇടും, ചിലപ്പം വിടാറില്ല. കാരണം സമയം കുറവ് നന്നായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്കും കമൻറ്റിന് മറുപടി വിടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയിച്ച് വരാം കേട്ടോ. റേഷൻ കട വിളിച്ചു നോക്കിയിട്ടേ ചേച്ചി എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ. കാരണം അവിടം വരെ പോയി വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ കമൻറ്റിനകത്തെ അസ്പാസ് ലീഗൽ എന്നാ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ആരുടെ പേര് നോക്കില്ല കേട്ടോ. ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് ഉമ്മ. അപ്പോൾ അത് എഴുതിയേക്കുന്നത് കമന്റ്. എല്ലാവരും മുടിയുടെ വളർച്ചയുടെ മറ്റേ ടിപ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ
ഫാൻ നിർത്തട്ടെ, കേൾക്കത്തില്ല. അത് മുടിയുടെ വളർച്ചയുടെ മിക്കവരും അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആരും മുടക്കരുത് കേട്ടോ. മുടക്കിയിട്ട് പിന്നെ കിളുത്തില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ഇതുമില്ല. എല്ലാ ആഴ്ചയിലും ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംശയത്തിനുള്ള മറുപടിയൊക്കെ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയണം. ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നാണ് ഇത് തേക്കേണ്ടത്. മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും ഒത്തിരി ഒന്നും എടുത്ത് ഞെക്കി പിടിയണ്ട. നാരങ്ങാനീര് മെയിൻസ് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താരനുണ്ട്, അതുകൂടെ പൊക്കോളുമല്ലോ എന്നോർത്താണ്. താരനില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം തേച്ചാലും മതി. പക്ഷെ നമ്മൾ അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന താരൻ നമ്മുടെ തലയോട്ടെ പറ്റി പിടിച്ച് ഇരിക്കും. ബയോളജി ടീച്ചറാണേ. അപ്പോൾ അത് ഒരു സൈസ് ബാക്ടീരിയ ആണ്. അപ്പോൾ അത് നമ്മുടെ തലയോട്ടിലെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു തുള്ളി അങ്ങനെ തുള്ളിയായിട്ടിട്ടൊന്നും പറഞ്ഞ് നരച്ചൊന്നും പോത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് ആഴ്ചയിൽ ഒന്നാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആഴ്ച 1 മതിയോ, ദിവസവും തേക്കണോ? ദിവസം ഒന്നും തേക്കേണ്ട, ആഴ്ച 1 മതി. നമ്മുടെ കരച്ചേച്ചി ആണെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര പ്രാക്ടീസാണ്. ദൈവത്തിനറിയാം എത്ര എണ്ണൊക്കെ തേച്ചെന്നും. മാറ്റം ഉണ്ടെങ്കിൽ ചേച്ചി, മാറ്റം ഉണ്ടെങ്കിൽ സത്യമായിട്ടും പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. സത്യം മാത്രം എല്ലാവരും പറയാവുള്ളൂ. നല്ല മാറ്റമുണ്ടോ? ആദ്യം മുടിക്കൊരു സിൽക്ക് പോലെ നല്ലൊരു വ്യത്യാസം വരും. പിന്നെ അങ്ങോട്ട് പൊഴിച്ചിട്ട് നിൽക്കും. പിന്നെ നമുക്ക് വളരും. 100% ഞാൻ പറയുന്ന കേട്ടോ. പിന്നെന്താ, പിന്നെ മുഖത്ത് വെക്കുന്ന കാപ്പിപ്പൊടിയുടെ ഞാൻ കാണിക്കുന്നില്ലായിരുന്നു. അത് കാപ്പിപ്പൊടി, പഞ്ചസാര, പാല്, നാരങ്ങാനീര് എല്ലാം കൂടെ നല്ലതായിട്ട് സ്ക്രബ് ചെയ്തിട്ട്, പിന്നെ നല്ല റോസ് വാട്ടർ ആണെങ്കിലും മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല. എല്ലാം നല്ലത് തന്നെ. റോസ് വാട്ടറും പാലും എല്ലാം നല്ലതാണ്. പിന്നെ മാസ്ക്, ഫേസ് ഇത് നമ്മുടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി പാലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഞാൻ തേക്കുമ്പോൾ കാണിച്ചു തരാം. നാളെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും അത് കറക്റ്റാണ്. പിന്നെ താരന്റെ ആൾക്കാർ പറഞ്ഞായിരുന്നു കേട്ടോ. താരന്റെ ടിപ്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞ താരൻ ഫുള്ള് പോയെന്ന്. മോന്റെ തലയിലേയും താരം മാറി കേട്ടോ. ഞാനിവിടെ തേക്കുന്നുണ്ട്. ഞാൻ തേക്കുന്നത് നാരങ്ങാനീരും മുട്ടയും കൂടെ ആയിരുന്നു. അങ്ങനെ വെച്ചാലും താരം വരത്തില്ല. പിന്നെ താരന്റെ ടിപ്സ് ഞാൻ വേറെ സ്പെഷ്യൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാലിവേപ്പിന്റെ ഇലയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അതില്ലാത്ത കൊണ്ട് വേറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒക്കെ ടിപ്സ് എല്ലാവരും നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് ഫലവത്തായത് മാത്രമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഉള്ള ഇതൊന്നും അല്ല. അപ്പൊ ഇതെല്ലാം കൂടെ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ നോക്കണം. നോക്കാതിരുന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു ശരിയാവുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം രാവിലെ എഴുന്നേറ്റ് കുളിക്കണം കേട്ടല്ലോ. ഇന്നിപ്പം ഞാൻ താമസിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോഗ്സിനെ കുളിപ്പിക്കേണ്ടതുകൊണ്ട്. നമ്മൾ കുളിച്ചില്ലെങ്കിൽ എന്നും കുളിച്ച് ശീലമുള്ളവർക്കുണ്ടല്ലോ ഒരു ഇത് കിട്ടത്തില്ല. എന്തോ ഒരു എനർജി കിട്ടത്തില്ല. അതാ പറയുന്നത്. അതുകൊണ്ട് അത് ആവശ്യമാണ്. അത് ചെയ്യണം കേട്ടോ. പിന്നെ ചേട്ടനും അവിടെ തേച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു ചേട്ടനും തേക്കാൻ. അപ്പം ഞാനവിടെ വേറെ പണിയായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണിയാണ്. അമ്മയ്ക്കാണ് അവിടെ ഭയങ്കര പണിയാണ്. പേപ്പർ വായന. പേപ്പർ വായിച്ചിട്ട് പേപ്പറിലെ ഫുള്ള് പറയുമോ അതുമില്ല. എന്തെങ്കിലും അവിടെ ഇവിടെ കണ്ടുപിടിച്ചിട്ട് വരും. അങ്ങനെ ഇന്നലെ കണ്ടില്ലായിരുന്നോ? അങ്ങനെ ഓരോ ന്യൂസുമായിട്ട് വരും. ചില ന്യൂസൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഇപ്പം എല്ലാം അല്ലല്ല ഞാന് ഓരോ ഇതിന്റെ പറയായിരുന്നു. ചേട്ടൻ്റെ ഇപ്പൊ തെപ്പിടാ കഴിഞ്ഞ് തേച്ചൊക്കെ കഴിഞ്ഞ് ചേട്ടന് ഒമ്പാരിക്ക് തേക്കാൻ തുടങ്ങി. ഞാനപ്പം ഇതിനെ നോക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർ കണ്ടാരും വിളിക്കുന്നുണ്ട്. ഫോൺ വന്നേ. അതുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വരാൻ പോവായിരുന്നു കേട്ടോ. അപ്പൊ ഫോൺ വന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പിന്നെ എന്നായിരുന്നു അപ്പം നമുക്ക് നമ്മളെപ്പോഴും നല്ല സാറ്റിസ്ഫാക്ഷനായിട്ട് നല്ല എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു സങ്കടവും നമ്മുടെ മനസ്സിൽ നിന്ന് സങ്കടങ്ങളെല്ലാം കളയുക. എന്ത് വന്നാലും നേരിടാന്നുള്ള ഒരു ചങ്കൂറ്റം മാത്രം വരിക കേട്ടല്ലോ. നല്ലൊരു ഉണർവ് കിട്ടും അപ്പം തന്നെ. എൻ്റെ പോളിസി അങ്ങനെ ടെൻഷൻ അരുത്. അപ്പം നമ്മൾ ആരായിരുന്നു? അതാ വരുന്നുണ്ട്.
അതെന്റെ ഫോൺ വന്നപ്പോ പോയതായിരുന്നു. പണി കഴിഞ്ഞു. ഞാൻ റേഷൻ കട വിളിച്ചപ്പോഴേ അവരെടുക്കുന്നില്ല, ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. വേണ്ട, പിന്നെ മതിയല്ലോ. എടുത്താലും ഇപ്പൊ വണ്ടിയില്ലല്ലോ പോകാനായിട്ട്. വിളിച്ചേ? അവരെടുത്തില്ല, ചേച്ചി എടുത്തില്ല. അപ്പൊ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഓർത്തില്ല കേട്ടോ ആ കാര്യം. കൊച്ചിന്ന് വണ്ടിയായിട്ട് പോയിക്കോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമായിരുന്നു അല്ലേ ഏട്ടാ? പിന്നെ എന്നാ അപ്പൊ നമ്മള് ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നു, വെറുക്കുന്നു ഒക്കെ ഉണ്ട് കാര്യങ്ങള്. അന്ന് ഒരു ദിവസം മാത്രമേ ആ മുഖത്ത് തേച്ചുള്ളൂ, പിന്നെ നമ്മുടെ ഈ ആഴ്ച കൂടെ ഒരു ദിവസം കൂടെ തേക്കാനുണ്ട്. എല്ലാം റെഡി ആകണം. ഓടി ഓടി ഞാൻ ബലമായിട്ട് പിടിച്ച നിർത്തിയതാന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അല്ലാതെ ചേട്ടന് ഒന്നും അങ്ങനെ വരത്തില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ തല അങ്ങനെ നടക്കത്തില്ലല്ലോ. എല്ലാരും പറഞ്ഞില്ലേ തല പിടിച്ച് ഡൈ ചെയ്യണം ഡൈ എന്ന്, ചെയ്യത്തില്ല. ചേട്ടൻ പറഞ്ഞേക്കുന്ന ചേട്ടൻ ഡൈ ചെയ്യുന്ന എന്നാന്നറിയാം? ചേട്ടന്റെ മോന്റെ കല്യാണത്തിന്, ഞങ്ങളുടെ മോന്റെ കല്യാണത്തിനേ ഉള്ളൂ ഡൈ ചെയ്യുന്നുള്ള എന്നോട് പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. അതിനിപ്പുറം ഞാൻ ബലമായിട്ടൊക്കെ ഒന്ന് പിടിച്ച് ശ്രമിക്കുന്നുണ്ട്. പേപ്പർ വാങ്ങി കഴിഞ്ഞോ? ഒരാള് പേപ്പറൊക്കെ വായിച്ചിട്ട് ഇന്ന് ന്യൂസ് ഒന്നും കിട്ടിയില്ലേ? ഇന്നലെ എന്തോ മകൻ അച്ഛനെ കൊന്നെന്നോ ഭാര്യ ഭർത്താവിന് വേണ്ടിട്ട് എന്തോ മേടിക്കാൻ പോയപ്പോ ആണോ? ഇന്നലെ വലിയ ന്യൂസുകളൊക്കെ. വാതിലടച്ചിട്ട് വരെ, വാതിലൊന്ന് അടച്ചിട്ടിങ് പോരെ, വാതിലടച്ചു വരെ. ഓക്കെ. അപ്പൊ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നു. ഇതൊന്ന് വീർത്ത് കുളിക്കുന്നു. ഞാൻ എന്തിനാ കാണിക്കുന്നത്? എല്ലാവർക്കും ഇത് തന്നെയല്ലേ അല്ലേ? എനിക്ക് മാത്രം തന്നെ ഇത്ര പ്രത്യേകത വിയർപ്പിനകത്ത്. നിങ്ങൾ വിചാരിക്കത്തില്ല ഈ പമ്പർന്നോത്തേക്ക് മാത്രമേ ഉള്ളൂ വിയർപ്പെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മളിപ്പോ ചൂട് വരുവാണെങ്കിൽ ചൂട് ചൂടെന്നും പറഞ്ഞു നടക്കും. മഴ കൂടുതൽ പെയ്താലോ നമ്മൾ എന്നാ പറയുന്നു? മഴ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട. 2 മഴ അടുപ്പിച്ച് പെയ്താൽ പറയും അയ്യോ ഈ മഴ വേണ്ടായിരുന്നു, ഇതിലും നല്ലത് വെയിലാന്ന്. ചൂട് ഭയങ്കരമായിട്ട് വന്നാൽ പറയും ഒരു മഴയെങ്കിലും പെയ്താ. മനുഷ്യന്റെ കാര്യം ഒരിക്കലും തീര, അതുപോലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരത്തില്ല അല്ലെ? പക്ഷെ എനിക്ക് ഇനി ഒരു ആഗ്രഹവും ഇല്ല. സത്യം ഞാൻ പറയാണ്, എന്റെ ആഗ്രഹങ്ങളെല്ലാം ഇനിയുള്ള ആഗ്രഹം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. മോന്റെ കല്യാണം, അവരുടെ മക്കൾ, അവർ സ്വന്തം നല്ല രീതിയിൽ കഴിയുക. അല്ലാണ്ട് എൻ്റെ സാമ്പത്തികത്തിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും എനിക്ക് എൻ്റെ മക്കളാണ് സത്യമില്ല. എനിക്ക് ഇപ്പം ജീവിക്കുന്ന പോലെ തന്നെ മുമ്പോട്ട് ജീവിച്ചാൽ അത്ര സന്തോഷം. അല്ലാണ്ട് തീരെ താഴോട്ടും പോകണ്ട, ഉയർച്ചയും വേണ്ട. ഇങ്ങനങ്ങ് പോയാൽ മതി കേട്ടോ. അല്ലാതെ എനിക്ക് സത്യം ഞാൻ പറയാം, ഞങ്ങൾ 3 പേരും, ഞങ്ങളുടെ അച്ഛൻ, എൻ്റെ മൂത്ത ചേച്ചിക്ക് ആൺപിള്ളേരില്ല, ഞങ്ങൾക്ക് ആൺപിള്ളേരില്ലായിരുന്നല്ലേ, ഞങ്ങൾ 3 പെൺപിള്ളേരില്ലായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നേ. വേറൊന്നുമല്ല, പെണ്ണ് പൊന്നാണ്, അതിൻ്റെ അല്ല, ഉത്തരവാദിത്തം അല്ല അച്ഛനല്ലേ. ഒരു ആങ്കൊച്ചുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോൾ അവർ ഓടി നടന്നോളുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ധാരണയാണോ എന്നറിയത്തില്ല. ധാരണ ശരിയാവൂന്ന് അറിയത്തില്ല കേട്ടോ, അതും പറയാലോ. അങ്ങനെയൊക്കെ അപ്പൊ അച്ഛൻ ആഗ്രഹിച്ചേ. ഒരു മിനിറ്റ്. സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ഓഫീസിൽ നിന്ന് മോനാ വിളിച്ച. അവൻ ഇടയ്ക്കൊക്കെ വിളിക്കും കേട്ടോ, ഞാൻ മെസ്സേജും വിടും. എന്തെങ്കിലും ആവശ്യം പറയാൻ. അവൻ അച്ഛന്റെ മോനാ. എങ്ങനെയാണെന്നറിയാം, എന്താ പിന്നെയും വിളിക്കും. അപ്പൊ നമ്മള് വർത്താനം പറഞ്ഞിട്ട് 2 പ്രാവശ്യം അവൻ തന്നെ വിളിച്ചു കേട്ടോ. ആദ്യം വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ വഴിപാട് നടന്നായിരുന്നു, ആറന്മുള ഊട്ട് കൊടുക്കാന്ന്, സദ്യ, നമുക്ക് ഇല്ലാത്തവർക്ക് സദ്യ കൊടുക്കാം. അങ്ങനെയാണ് മൂത്തേച്ചിക്ക് മൂത്ത മോനുണ്ടായത്. പിന്നെ പുട്ടുകുറ്റിക്ക് മാവിടുന്ന പോലെ എന്നും പറഞ്ഞ എല്ലാവരും, ആൺപിള്ളേരും ആണാണേലും പെണ്ണാണേലും ഇത് നേരെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം പൊന്ന് തന്നെ അല്ലേ? അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ, ഞങ്ങൾ 3 പെൺപിള്ളേർ, ഞങ്ങൾക്ക് 3 പേർക്കും നല്ല ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ ഇതുകൊണ്ട്. ഇതുപോലെ രീതിയിൽ പോയാൽ മതി 3 പേർക്കും. രണ്ട് ഭയങ്കര അങ്ങ് അത്യാഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ, പെൺപിള്ളേർന്ന് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ഇതിനകത്ത് ജോമോഴ്സിപ്പി പറയാണ്, ചേച്ചിയുടെ വീഡിയോ കാണാത്ത ഒറ്റ ദിവസം പോലും ഇല്ല, ഞാൻ ഒന്നും മുടങ്ങാതെ കാണും. അതുപോലെ ഒത്തിരി പേര് ഈ കണ്ട കൺഗ്രാറ്റ്സ് വിട്ട എല്ലാവരും, ഓരോരുത്തരുടെ പേരും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല, നമുക്ക് എല്ലാം കൂടെ എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇപ്പം വീഡിയോയുടെ കമന്റ് നോക്കിയപ്പോൾ കണ്ടാണ് ജോമോഴ്സിപ്പി. ഇന്നലെ ഒത്തിരി പേർ, നന്ദിനി ചേച്ചി പറഞ്ഞു ജിജിന്ന്, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നെ ജിജിന്നും ജയെന്നും ഒക്കെ വിളിക്കുമ്പോൾ എനിക്ക് സത്യം പറയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടെന്നേ
എങ്ങനെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ ആവട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കണം പറ്റുന്നവരെയൊക്കെ അല്ലേ. പിന്നെ നന്ദിനി ചേച്ചി പറയാണ്, ജയയുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ജയ എനിക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും സത്യം ഞാൻ പറയണേ, ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും എല്ലാവർക്കും കാത്തോളണേ. പ്രത്യേകിച്ച് എന്തെങ്കിലും വേദനകളോ എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെ പേരെടുത്ത് ഞാൻ പറയാം. എനിക്ക് അറിയാവുന്ന പേരാണെന്നുണ്ടെങ്കിൽ സത്യം പറയാം, എൻ്റെ കുമാരൻ നെല്ലൂരമ്മ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് എല്ലാവരും ഉള്ളൂ. അതിനാണ് ഞാൻ അന്നേ നേർന്നിരുന്നേ. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയില്ലേ, നിങ്ങളോട് ഇനിയുള്ള വട്ടൊക്കെ പറയാവേ, യൂട്യൂബ് ഞാൻ തുടങ്ങിയില്ലേ, തുടങ്ങിയ അപ്പം തന്നെ ഞാൻ ദേവിയെ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ തോന്നിയൊരു കാര്യമാട്ടോ ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. സത്യം പറയാണ് ഇങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അപ്പം മോനും മോൻ്റെ കൂട്ടുകാരൻ ദേവനില്ലേ, അവനും കൂടെ ഒരെണ്ണം തുടങ്ങിയായിരുന്നു അവരുടെ മോൻ്റെ പേരിലെ. അപ്പൊ അവരെന്താ അന്ന് ഗോവയിലോ എവിടെയും കണ്ടൊക്കെ പോയപ്പോ തുടങ്ങിയതാ. അവന്മാരുടെ കാര്യമല്ലേ, വല്ല മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഉഴപ്പന്മാര് ഒന്നും നടക്കത്തില്ല. അപ്പം 2 or 3 വീഡിയോ എങ്ങാണ്ട് ആകെ എടുത്തേ. ഒന്ന് ഞങ്ങള് തായ്ലൻഡ് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, 10,000 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അപ്പോ ആണ് മോൻ യൂട്യൂബ്, അവൻ്റെതിനകത്താണ് തായ്ലൻഡിൽ പോയ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അല്ലാണ്ട് എനിക്കന്ന് യൂട്യൂബ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അപ്പൊ അന്നേരം തൊട്ട് തുടങ്ങി എനിക്കെന്താ ഇതൊന്നും ആയിക്കൂടാത്ത യൂട്യൂബ് തുടങ്ങിയ. അപ്പൊ എനിക്ക് പേടി, എൻ്റെ ഹസ്ബൻഡ് എന്നാ പറയും, എൻ്റെ പിള്ളേരെന്നാ പറയും. അമ്മ പിന്നെ നോക്കണ്ട, ഒരു കുന്തും അറിയത്തില്ല, എന്നതാ യൂട്യൂബ് ഒന്നും അറിയത്തില്ലല്ലോ പ്രായമായാലും. അപ്പം ഞാനിങ്ങനെ ഒരു മിനിറ്റ്, ഞാനിങ്ങനെ പതുക്കെ മോനോട് വെച്ച്, മോനെ അമ്മയ്ക്കൊരു യൂട്യൂബ് തുടങ്ങട്ടടാ, എന്താ പ്ലാൻ എന്ന് പറ ആദ്യം എന്ന് പറഞ്ഞു. അവന് പേടി, വേറെ എന്തിനാന്നുള്ളത്, കോമാളിത്തരം വല്ലതും. കോമാളിത്തരം ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ ഉദ്ദേശിച്ച്. ഞാൻ പറഞ്ഞടാ, ഞാൻ പാചകമൊക്കെ ചെയ്തോളാം. പാചകവും നമ്മൾ യാത്രയൊക്കെ പോത്തില്ലേ, അപ്പൊ നമ്മൾ എപ്പോഴും യാത്രയൊന്നും പോകുന്നില്ലല്ലോ അമ്മ, പാചകമാണ് അമ്മ ഉദ്ദേശിച്ചത്. അമ്മ അതെ, ഡേ ഇൻ മൈ ലൈഫ് പോലെ ഡെയിലി ഉള്ള പാചകം ഞാൻ ചെയ്തോളാം അമ്മ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല, ചന്തുവിനും കുഴപ്പമില്ല. ചന്തുവിനോടും ചോദിച്ചു, അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു യൂട്യൂബ് തുടങ്ങിക്കോട്ടെ. ചേട്ടന് പിന്നെ അറിയാലോ എന്നെ, ഞാൻ എന്നൊക്കെ കാണിക്കാനാന്നും എന്തിനാന്നുള്ളതൊക്കെ ചേട്ടനറിയാം കേട്ടോ. ചേട്ടൻ സൗദിയിലായിരുന്നല്ലോ, ഞാൻ ഇവിടെ നിന്നോണ്ടല്ലേ ഞാൻ പിള്ളേരെ ഇത്രയാക്കിയത്. ആ ഒരു ഇത് തന്നെ ചേട്ടനറിയാം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഓരോ ചേട്ടൻ്റെ കൂട്ടുകാരുടെയും ഒക്കെ കാര്യം എന്നോട് ചേട്ടൻ എപ്പോഴും പറയാറുണ്ടായിരുന്നേ. അവിടെ ഇരിക്കുന്ന കൂട്ടുകാരന്മാര് വീട്ടിലേക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. കുറെ ആൾക്കാരൊക്കെ, ഒത്തിരി ആൾക്കാരെ അറിയാമെന്ന് തോന്നും. എല്ലാം ദൂർത്തടിച്ച് ഭാര്യമാര് മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയിട്ട് അവര് വന്നപ്പോഴത്തേക്കും കടത്തിന്റെ കടവുമായി. അപ്പൊ ചേട്ടൻ അറിയാലോ എന്നെ, ഞാൻ അങ്ങനത്തെ ആളല്ല. നമ്മുടെ പിള്ളേരെ, നമ്മുടെ അമ്മയും എല്ലാം നോക്കി ഒരു കുടുംബിനിയായിട്ട് തന്നെ ഞാനിവിടെ കഴിഞ്ഞോണ്ട്. അവരുടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനല്ലേ നമ്മളെല്ലാവരും അല്ലേ, മിക്കവരും അങ്ങനെയൊക്കെ തന്നെ, ഞാൻ തന്നെ അല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനെന്താ നീ തുടങ്ങിക്കോ, നീ എന്നെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ പാചകമൊക്കെയാണ്, ഞാൻ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ അവരുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിമാരുടെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ആള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ആളല്ലേ. രണ്ടാമത് ഒന്നും വലിയ ആളെന്നല്ല. ആ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൊച്ചായിരുന്നു. കൊച്ചെന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചാക്കി. ഞാൻ വലിയ എന്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നെ മോളേന്നേ വിളിക്കും. ആ മോളെ വിളിയാണ് ഇപ്പോഴും ചേട്ടന്റെ മക്കള്, അയച്ചേച്ചിയുടെ മക്കള് ജിജി മോളേന്നേ എന്നെ വിളിക്കുള്ളൂ, ചിറ്റെന്നൊന്നും വിളിക്കത്തില്ല. അപ്പം അങ്ങനെ അപ്പൊ അവരോടും എല്ലാം ചോദിച്ചു, രണ്ടാമത്തെ ചേച്ചിയോടും ചേട്ടനോടും എല്ലാം ചോദിച്ചപ്പോ പറഞ്ഞു, കുഴപ്പമില്ല തുടങ്ങിക്കോ, തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞ് അയച്ചേച്ചി എന്ത് ചെയ്തു, ചേട്ടനോട് ചോദിച്ചു, രവിചേട്ടനോട് ചോദിച്ചു, പതുക്കെ ട്യൂൺ ചെയ്ത് എൻ്റെ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പം അവളും പറഞ്ഞു, ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവള് ചേട്ടനോട് ചോദിച്ചു, ഞാനും ഒന്ന് തുടങ്ങിക്കോട്ടെ യൂട്യൂബ് എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന് ആദ്യം ഇച്ചിരി മടിയായിരുന്നേ രവിചേട്ടന്. നമ്മുടെ ചേട്ടൻ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രവിചേട്ടന് ഇച്ചിരി ഇതുണ്ടായിരുന്നു, വേണോ ഇങ്ങനെയൊക്കെ അയച്ചോടി. അത് കഴിഞ്ഞിട്ട് ചേട്ടന് സന്തോഷമായി. നമ്മുടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, തുടങ്ങിക്കോ, നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസമോ അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവി തുടങ്ങിയത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഇത്.
അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. വേറെ നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ഇത്ര ആൾക്കാരോട് മാത്രം ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് ഈ സംഭവം തുടങ്ങിയത് തന്നെ. പിന്നെ ഞാനപ്പോൾ ആ തുടങ്ങിയ കഥ ഞാൻ പറഞ്ഞു. എന്നാളത്തെ പോലെ മുടിവെട്ടിയ കഥ പറഞ്ഞു ഇത്ര അങ്ങ് വേറെ ആയിപ്പോയെന്ന് പറഞ്ഞവരാ. അപ്പം ഞാൻ വാതുക്കെ ചെന്ന് ദേവിയെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു ഫസ്റ്റിലത്തെ ഇത് കിട്ടുമ്പോൾ തന്നെ ഞാൻ അങ്ങൂന്ന് എത്തിയേക്കാം അവിടെ. അപ്പം തന്നെ ഇപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ, ഇന്ന് രാവിലെ ആണെങ്കിൽ ഇന്ന് വൈകിട്ട്, അങ്ങനെ വരെ പറഞ്ഞു. വന്ന് എത്തിച്ച് ഇന്നത് ഒടയാട ഭദ്രദീപം എല്ലാം വന്ന് കഴിച്ചേക്കാന്നും പറഞ്ഞ് തുടങ്ങിയത്. അപ്പം ദേവി എന്നെ അനുവദിച്ച്. അതാണ് ഞാൻ അപ്പം തന്നെ പോയത്. അമ്മ ചോദിച്ചു, അമ്മയുടെ പിറന്നാൾ ഞായറാഴ്ചയാണ്. അപ്പം അമ്മ ചോദിച്ചു ഞങ്ങളിങ്ങനെ, ഞാൻ ആദ്യം ഓർത്തായിരുന്നു മഞ്ചാനുണ്ടായിരുന്നോ അതാണ് ഓടിക്കോളാം പിന്നെ അല്ലാണ്ട് അന്നേരം നമ്മൾ പറഞ്ഞേ എന്നായിരുന്നു പറഞ്ഞു വന്നേ പോയി മറന്നുപോയി. അത് മറന്നുപോയി. അപ്പൊ ദേവിയുടെ വഴിപാട് കഴിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. പിന്നെ മോള് പറഞ്ഞ പോലെ ഈ ചേച്ചി പറഞ്ഞു വയസ്സായില്ലേ മോളെ, അതിന്റെ മോളെ മറവിയൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ചേട്ടൻ ഏതാണ്ട് പറയുകയും കൂടെ ചെയ്തു. അപ്പോൾ ഉള്ള മറവിയും കൂടെ വന്നു. അങ്ങനെ നമ്മൾ ദേവിയുടെ അടുത്ത് പോയി. എനിക്ക് മഞ്ഞയാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓർക്കുമ്പം പറയണേ, കമന്റിൽ ഇട്ടാൽ മതി ചേച്ചി ബാക്കി പറഞ്ഞ് എന്നായിരുന്നു അത് പറയണേ. അപ്പൊ മഞ്ഞ ഉടുപ്പാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുമാരനെല്ലൂരമ്മയ്ക്ക്. അപ്പൊ ഞാൻ മറ്റേ എണ്ണക്കടയിലിരിക്കുന്ന പയ്യനോട് പറഞ്ഞു, മോനെ എനിക്ക് മഞ്ഞ ഉടുപ്പ് മതി ദേവിക്ക് കേട്ടോന്ന്. ശരി ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഒരു ഭദ്രദീപത്തിന്റെ എണ്ണ അത് നമ്മുടെ വലിയ വിളക്കിൽ ഒഴിക്കുന്നതും ദേവിക്ക് അകത്തോട്ട് നമ്മൾ ഒടയാട കൊടുത്തു. എന്നിട്ടും എനിക്ക് തീർന്നിട്ടില്ല. ഞാൻ തിരുമേനിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം ചൊവ്വാഴ്ചയല്ലേ പോയത്. അപ്പോഴത്തേക്കും ഒത്തിരി ആള് വരല്ലേ, ഇപ്പം വരല്ലേ, എനിക്ക് എൻ്റെതായ കാര്യം പറയണമെങ്കിൽ എനിക്ക് നാണമാണ്, യൂട്യൂബിൻ്റെ ഒക്കെ കാര്യം മറ്റുള്ളവർ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും പ്രസാദം നമ്മുടെയിലോട്ട് തരണമെങ്കിൽ കുമാരനെല്ലൂർ പോകുന്നവർക്കറിയാം, അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കണം. എന്താ വഴിപാട് പറയണമെങ്കിൽ ഈ സൈഡിൽ നിൽക്കണേ. അപ്പൊ ഈ സൈഡിൽ ഞാൻ ഇങ്ങനെ നിൽക്കും, ദേവി എന്റെ ദേവി എനിക്ക് എന്താണെന്നുള്ളത് പറയാൻ അവതരിപ്പിക്കണേ. അപ്പൊ തിരുമേനി ഇറങ്ങി. എന്നെ അറിയാം, എന്റെ തകിടൊക്കെ ഈ തകിടൊക്കെ ആ തിരുമേനി തന്നെ. ഇത് തകിട കേട്ടോ, ഇത് കുമാരനെല്ലൂർ അമ്മയുടെ അവിടെ എഴുതിച്ചതാണ്. മോനുണ്ട്, മോന്റെ ഇളയാക്കും മൂത്തയാക്കും ചേട്ടനും എനിക്കും ഉണ്ട് കേട്ടോ തകിട. ഇത് എന്നാന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശരീരരക്ഷ, വണ്ടിയിലൊക്കെ പോകുന്നതല്ലേ, അല്ലാണ്ട് ഒന്നുമില്ല. അങ്ങനെ മാത്രം പറഞ്ഞോളെ ജപിച്ച് എഴുതിയേക്കുന്ന കേട്ടോ. അപ്പൊ തിരുമേനിക്ക് നമ്മളറിയാലോ. തിരുമേനി ചെന്നമ്മ, ഞാൻ പറഞ്ഞു തിരുമേനി അപ്പൊ ആരുമില്ല. അപ്പുറത്തൊരാൾ ചന്ദനം വയ്ക്കാൻ നിൽക്കാം. ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. നമ്മുടെ വാതില് കുമാര അമ്പലത്തിന്റെ നട അടച്ചു കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞ് വീണ്ടും അടച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വന്നത്. അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് ഇപ്പുറത്ത് വന്നേനെ. അപ്പൊ എന്റെ ഒടയാട വെച്ചാൽ തിരുമേനി ഒടയാട വെച്ചിട്ടുണ്ട് ദേവിക്ക്. പിന്നെ ഞാൻ പതുക്കെ പറഞ്ഞു തിരുമേനി പതുക്കെ തിരുമേനി. ഞാൻ പറഞ്ഞു തിരുമേനി എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ തിരുമേനിക്ക് നല്ല അറിവില്ല, തിരുമേനിമാർക്കൊക്കെ ചിലവർക്കൊന്നും അറിയത്തില്ലെന്ന്. അല്ല ഈ തിരുമേനിക്ക് നല്ല അറിവാ. എന്നിട്ട് പറ. ഞാൻ പറഞ്ഞു എനിക്കപ്പോൾ ആദ്യമത്തെ പൈസ കിട്ടി, ഇന്നലെ വൈകിട്ട് കിട്ടി. അപ്പം ഇന്ന് രാവിലെ ഞാൻ അതിനാണ് വന്നേക്കുന്നത്. അപ്പം എന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞു തിരുമേനി എനിക്കകത്ത് ദേവിക്ക് എനിക്കെന്നല്ല ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെത് ഞാൻ പിറന്നാളിനൊക്കെ കഴിക്കണം പറഞ്ഞിട്ടുള്ളത്. ദേവിക്ക് എന്താ വഴിപാടെന്ന് വെച്ചാൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ നേരിട്ട് എപ്പോഴും തിരുമേനിക്ക് കൊടുക്കത്തുള്ളൂ, പൈസ എഴുതിപ്പിക്കത്തേ ഇല്ല കേട്ടോ. തിരുമേനി ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും എഴുതിപ്പിച്ച് ഇതാകുമ്പോൾ നേരിട്ട് തിരുമേനിക്കാനുള്ള പൈസയാണ്. അപ്പം തിരുമേനി എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചോണം എന്ന് പറയും. അപ്പം എന്നോട് പറഞ്ഞു അയ്യോ നമ്മുടെ പേരെന്നായിരുന്നു? ഞാൻ പറഞ്ഞു ദേവിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ കഴിക്കാം. നമ്മുടെ പേരെന്താ? ഞാൻ പറഞ്ഞു ജയലക്ഷ്മി എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്, ജയലക്ഷ്മി കാർത്തിക എന്ന് പറഞ്ഞ്. ഞാൻ തീർച്ചയായിട്ടും കഴിച്ചേക്കാം എന്നും പറഞ്ഞ്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അത്രയും പൈസ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ശിവാങ്കൻ ഭഗവാന് വേണ്ടിയിട്ടും ഞാൻ കഴിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുമേനി ശരി തിരുമേനി. ഭയങ്കര സന്തോഷം. കഴിച്ച് കുറേ ഉണ്ടായിരുന്നേ. തിരുമധുരം ഗണപതിയുടെ ഇത് എല്ലാം തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. നാളെ മോനുമായിട്ട് ബർത്ത്ഡേക്ക് പോയപ്പോഴും തിരുമേനി കുറേ സംസാരിച്ചായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ ഞാൻ എണ്ണ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. നേരെ പറഞ്ഞിട്ടുണ്ടായി, എണ്ണ മേടിച്ചും കൊടുത്തു,
പോന്നു. ഇനി എനിക്കൊരു കടവുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ദീപാരാധനയ്ക്കനല്ല ഞായറാഴ്ചയും പൊത്പോയി പോകുന്ന പറയത്തില്ലേ, തൊട്ടടുത്ത് അമ്മ പോകുന്ന അമ്പലം ഭഗവാന്റെ, അവിടെ ഞാനൊരു വഴിപാട് വന്നിട്ടുണ്ടേ. വഴിപാടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ഏൽപ്പിക്കുന്നിടം വരെ എനിക്ക് സമാധാനമില്ല. അപ്പം ഞാൻ അത് ഈ ഞായറാഴ്ച പറ്റുമോയെന്ന് എനിക്കറിയില്ല. മിക്കവാറും നമുക്കൊരു ഇതൊക്കെ വരുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ പോലെ. നമ്മുടെ ഇവിടെ ഉള്ള എനിക്ക് അറിയാവുന്ന, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു രീതിയിൽ ഒരിത് നടത്തുന്ന, ഞാനല്ല കേട്ടോ, ചേട്ടൻ, ഞാൻ എന്തൊരു അഹങ്കാരം പറയുന്നത്, ചേട്ടൻ നടത്തുന്നുണ്ട്. ചേട്ടൻ്റെ ഇതിൽ ചേട്ടൻ നടത്തുന്നുണ്ട്. അപ്പം അപ്പോഴത്തേക്കും നമുക്കറിയില്ല ഈ ഞായറാഴ്ച എനിക്ക് പറ്റുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, അല്ലാണ്ടൊന്നും. അങ്ങനെയാണ് നമ്മുടെ കഥകൾ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ആരായിരുന്നു ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരുടെ ഒക്കെ നോക്കാം കേട്ടോ, എടുത്ത് കമന്റില്. ഇന്ന് പുതിയതായിട്ട് പറയണേ പുതിയ കമന്റിൽ ഇടാം. പിന്നെ ഞാൻ പറഞ്ഞ ആൾക്കാർ ചിലവരൊന്നും കാണുന്നില്ല കേട്ടോ. എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ ഹായ് പറയണേന്ന്. പക്ഷെ ഞാൻ ഹായ് പറഞ്ഞായിരുന്നു, അവർ കണ്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കണം ഇടയ്ക്ക്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. എല്ലാവരും യൂട്യൂബും കൊണ്ടിരുന്ന ഭർത്താക്കന്മാരെടുത്ത് ഓട്ടിക്കും. അവളുടെ ഒരു യൂട്യൂബ്, നീ ആരുടെ ആടി എന്താ പാടി കാണുന്നതെന്ന് ചോദിക്കത്തില്ലേ? ചോദിക്കും. ഞാനൊക്കെ പണ്ട് ഇതായിട്ട് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ ആരുടെ എന്നാന്നൊന്നുമല്ല ചോദിക്കുന്നത്. കുറെ നേരം ആയല്ലോ മൊബൈലും കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ചോദ്യമൊക്കെ വരും. അത് നമുക്ക് വേറെ. അപ്പം നമ്മളിങ്ങനെ ചിരിച്ചൊക്കെ ഒന്നും ഉണ്ടായിരുന്നു, നമ്മൾ ചിരിച്ചു കാണിക്കും. ഇപ്പൊ ഒന്നുമല്ല കേട്ടോ, പണ്ട്. പിന്നെ ചേട്ടൻ അവിടെ ആയിരുന്നപ്പോ ചേട്ടൻ ഒറ്റ കുഴപ്പമുണ്ട്, കുടുകുടുകുടോ അടിച്ച് ഉടനെ എടുത്തോണം. എടുത്തില്ലെങ്കിൽ ദേഷ്യം പത്തി വിടർത്തി വരും. അവിടെ നിന്ന് പറഞ്ഞിട്ട് വെക്കും. പിന്നെ മൊബൈൽ ഇല്ലാത്ത അവസരത്തിലുണ്ടല്ലോ, മൊബൈലൊന്നും പണ്ട് മൊബൈലില്ലല്ലോ, 99-ലൊന്നും ഞാൻ മൊബൈൽ വാങ്ങിച്ചിട്ടില്ല. കല്യാണം കഴിച്ച് കുറച്ചായപ്പോ ലാൻഡ് ഫോൺ ആയിരുന്നു നമ്മുടെ ഇവിടെ, അമ്മാവൻ ഫോൺ. മറ്റേ സൈസ് കൊണ്ടൊരു അമ്മാവൻ ഫോൺ ഉണ്ടായിരുന്നേ. ഇവിടെ വിളിച്ച് കട്ട് ചെയ്യുമ്പോ ദേഷ്യപ്പെട്ട് എടുക്കാനിട്ട് നമുക്ക് 100 പണിയല്ല. കുഞ്ഞാവുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തെ അവസ്ഥ അറിയാലോ. അപ്പൊ അതിന്റെയൊക്കെ ഞാൻ 2 കുണുകുണ ഞാനും പറഞ്ഞു വെക്കും. പിന്നെ എനിക്ക് ടെൻഷൻ, ഇങ്ങോട്ട് വിളിക്കത്തില്ല. ഇവിടുത്തെ ഫോൺ കേടാണെ ഞാൻ ബൂത്തിൽ പോവും. എന്തൊക്കെ ഉണ്ടായിരുന്നറിയാമോ? നിങ്ങളൊക്കെ പറയുന്നില്ല ചേട്ടൻ പാവായിരുന്നു. ഇപ്പൊ പാവല്ലെന്നല്ല കേട്ടോ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആണുങ്ങൾക്കും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അല്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഇനി പിള്ളേരുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ നമ്മള് അത് കഴിഞ്ഞ് വേറെ വരും. അങ്ങനെയുള്ള ഇതല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ആരോ പറഞ്ഞു ചേച്ചി അവിടെ പോയി മോന് കല്യാണം വീട്ടിൽ പെണ്ണ് കാണാൻ പോയില്ല. അയ്യോ അല്ല കേട്ടോ, ഞാൻ അവന് പെണ്ണ് കാണാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അമ്മമ്മ കേട്ടോ ഓടി വരും പെണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുമക്കളുടെ കല്യാണം കാണാൻ ഇരിക്കുമല്ലേ. എന്നോട് പറഞ്ഞു എനിക്ക് കിച്ചുവിന്റെ മൂത്ത ചേച്ചിയുടെ മൂത്തമ്മന്റെ പറഞ്ഞു തന്നെ എന്താണെന്നറിയാം, മൂത്ത ചേട്ടന്റെ കാര്യമാണ് പറഞ്ഞു വന്നല്ലേ. ഇപ്പഴാ ഓർത്തെ. അപ്പൊ ചേട്ടനും അയച്ചേച്ചിയൊക്കെ ഡൽഹിയിലൊക്കെ ഇടയ്ക്ക് അവരിങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഡൽഹിയുടെ ഇവിടെ ആയിരുന്നു കൂടുതൽ സമയം നിൽക്കുന്നത് കേട്ടോ. അവര് കല്യാണം കഴിഞ്ഞ് കുറേ നാള് അങ്ങ് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇങ്ങോട്ടായിരുന്നു വരുന്നത്. ഇവിടെ ആയിരുന്നു നിൽക്കുന്ന അവള് കൂടുതലും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചേട്ടനുണ്ടല്ലോ, അവിടുന്ന് അയച്ചേച്ചി ചേട്ടൻ ഡൽഹിയിലൊക്കെ നല്ല ചുരിദാറൊക്കെ ഉണ്ടല്ലോ. എത്ര ചുരിദാറൊക്കെയാന്ന് എനിക്ക് എടുത്ത് നിൽക്കുന്നത്, അതിന് കയ്യും കണക്കൂല കേട്ടോ. ഉള്ള കാര്യം പറയാം, രഘുചേട്ടൻ ചുരിദാർ ഇഷ്ടംമാരി എടുത്തെന്നാണ് എൻ്റെ കൊതിയും മതിയും തീർന്നേക്കുന്നത്. നമ്മുടെ അച്ഛൻ എടുക്കും. അതിനൊക്കെ ഓരോരോ ഇതുണ്ട്, ഗ്യാപ്പുണ്ട്. കാരണം 3 പെണ്ണുങ്ങളാ പെര നിറഞ്ഞ് നിൽക്കുന്നത്. ചുരിദാറും ഇതുമൊക്കെ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കുവോ? അതുകൊണ്ടാ പറഞ്ഞത് കേട്ടോ. അപ്പൊ ചേട്ടൻ ഞാൻ ഇളയതെന്നുള്ള രീതിയിൽ എനിക്ക് അവിടുന്ന് ചുരിദാറൊക്കെ കൊണ്ടുവരും. ഇഷ്ടംമാരി വരുമ്പോ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊ ചേട്ടന്മാരുടെ അനുവാദം എല്ലാത്തിനും മേടിക്കണ്ടേ നമ്മള്. രാജീവ് ചേട്ടൻ ബി ചേച്ചിയുടെ ചേട്ടന് ഇവിടെ അല്ലായിരുന്നു. അപ്പൊ അവരെനിക്ക് ഓണത്തിന് അങ്ങനെയൊക്കെ എടുത്ത് ഇഷ്ടംമാര് തന്നിട്ടുണ്ട് കേട്ടോ. തന്നിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് വേറെ ഇവർ പുറത്തൊക്കെ പോകുന്നുണ്ട്, അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ ഇവർ ചുരിദാറൊന്നും ഇടുന്നില്ലായിരുന്നു. ചേച്ചിമാർ രണ്ടുപേരും ചുരിദാർ പണ്ടിടത്തില്ലായിരുന്നു, കുറച്ചായതോടെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്കാണ് ചുരിദാറൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കഥ അങ്ങ് നീണ്ടു പോകുന്നല്ലേ. അപ്പൊ ഇന്ന് ഒത്തിരി പണികളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, ചെയ്തതൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ കമന്റ് നോക്കാം കേട്ടോ. കമന്റ് നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഹായ് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ഹായ് പറയാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഒത്തിരി ആൾക്കാർ അസുഖം എന്നൊക്കെ പറഞ്ഞ് ഇത് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയല്ലേ കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖമാണെന്നും പറഞ്ഞ് അസുഖമുള്ളവരുണ്ടെന്നില്ലെന്നല്ല. അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട ഒന്നുകൂടെ അത് കൂടത്തേ ഉള്ളൂ കേട്ടോ. കൂടാതിരിക്കണമെങ്കിൽ അങ്ങനൊന്നും ചിന്തിക്കരുത്. വരുന്നിടത്ത് വെച്ച് കാണാം.
നമ്മൾ ഈ അസുഖം ശരിക്കും ഞാൻ പറയാം, ഓരോരുത്തർ കീമോ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കീമോ ചെയ്ത ആൾക്കാർ നല്ല സ്റ്റേൺ ആയിട്ട് നല്ല സൂപ്പർ ഫാസ്റ്റില് പുളുങ്കുരു പോലെ ഓടിപ്പാറി നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്കറിയാം. പിന്നെ അതല്ലാത്ത ആൾക്കാർ നടപ്പി ഓരോ അസുഖം ഇല്ലാത്തവര് നടക്കുന്ന നടപ്പിൽ തന്നെ കുഴഞ്ഞു വീണ് ചാകുന്നില്ലേ, മരിക്കുന്നില്ലേ? അപ്പൊ ഈ അസുഖം ഉള്ളവരെന്തിനാ അസുഖമാന്ന് പറയുന്നത്? അത് തെറ്റാ, അങ്ങനെ പറയല്ലേ കേട്ടോ. ഒരസുഖവും നമുക്ക് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അസുഖം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ വലിയ വലിയ അസുഖം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ആ അസുഖം ഉണ്ടായിട്ടാ അങ്ങനെ പോയെന്നൊന്നും ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അറ്റാക്ക് അങ്ങനെയൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ ആയിരിക്കാം പോകുന്നത്. അല്ലാണ്ട് ഇന്നുകൊണ്ടാ അവരങ്ങനെ പോയത് അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. അങ്ങോട്ട് ചിന്തിക്കണ്ട, ചിന്തിക്കുകയേ വേണ്ട, ഒരിക്കലും ചിന്തിക്കരുത്. ഒരു ചിന്തയരുത്. നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നും എല്ലാം നിൽക്കണമെന്നുമില്ല. അതുകൊണ്ട് അങ്ങനൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ കമന്റ് എടുത്ത് നോക്കിയപ്പോ കണ്ട പാവം AK വ്ളോഗർ എന്നും പറഞ്ഞ് പുള്ളിക്കാരി പാവം പറഞ്ഞേക്ക, ജയ ഞാൻ മോന്റെ ഫോണിൽ നിന്നാണ് വീഡിയോ കാണുക. എന്ത് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. മോന് ഒരു നല്ല ഒരു ഇതുണ്ട്, അതുകൊണ്ടല്ലേ മോൻ ഫോണൊക്കെ കൊടുക്കുന്നത് വീഡിയോ കാണാനല്ലേ. ആ മോന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടല്ലോ. അത് അമ്മയ്ക്ക് കൊടുക്കുന്നത് എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടപ്പോ. പിന്നെ ശരിക്കും ചക്കര ഉമ്മയും ആ മോനും ഉണ്ട്, മോന്റെ അമ്മയ്ക്കും ഉണ്ട്, എന്റെ കെട്ടിപ്പിടിച്ചുള്ള ഉമ്മ കേട്ടോ. ആ മോൻ ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് വീഡിയോ കാണാൻ കൊടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മോനെ അങ്ങനെ തന്നെ വേണം കേട്ടോ. മോനെ നമ്മുടെ മക്കളെല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞു, ഊണും കഴിഞ്ഞു, ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിയും കഴിഞ്ഞു. അപ്പോഴാ ഞാൻ ഓർത്തെ ഒരു മോൾ എന്നോട് പറഞ്ഞിട്ട്, രേണുക KV കൊയിലാണ്ടി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആൾക്കാർക്ക് ഹായ് പറയണേ ചേച്ചി എന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ കൊയിലാണ്ടിയിലുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സുമാർക്കും എന്റെ വക ഒരു വലിയ ഹായ് കിട്ടിയല്ലോ എല്ലാവർക്കും. അപ്പൊ ഇതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണണം. ടാറ്റാ.